പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ SIT അന്വേഷണം പുരോഗമിക്കുന്നതിനിടെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ വീട്ടിലെത്തി കണ്ട് കടകംപള്ളി സുരേന്ദ്രൻ. രാവിലെ 7 മണിയോടെയാണ് കടകംപള്ളി എത്തിയത്. സൗഹൃദ സന്ദർശനമെന്നാണ് കടകംപള്ളിയുടെ പ്രതികരണം. ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന് ലഭിച്ചു. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. റാഹീസ് റഷീദുണ്ട്. റാഹീസ് റഷീദ്, അങ്ങനെ സൗഹൃദ സന്ദർശനമൊന്നും പതിവുള്ളതല്ലല്ലോ. പ്രത്യേകിച്ച് സ്വർണ്ണക്കൊള്ളയുടെ കേസ് ഇപ്പോൾ SIT അന്വേഷിക്കുന്നതിനിടയിലാണ് സ്കൂട്ടറിൽ കടകംപള്ളി സുരേന്ദ്രൻ എത്തി ഇപ്പോൾ രമേശ് ചെന്നിത്തലയെ കണ്ടത്. ആ സമയത്ത് രമേശ് ചെന്നിത്തല വീട്ടിലുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്, അല്ലേ? അരുൺകുമാർ, രമേശ് ചെന്നിത്തല വീട്ടിലുണ്ടായിരുന്നു. വഴുതക്കാട്ടെ രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ രാവിലെ ഒരു 7 മണിക്കാണ് സ്വയം ആക്റ്റീവ ഓടിച്ച് CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം മന്ത്രിയുമൊക്കെ ആയിരുന്ന കടകംപള്ളി സുരേന്ദ്രൻ എത്തിയത്. അദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത്. നേരെ വന്ന് രമേശ് ചെന്നിത്തലയുടെ വസതിയിൽ കയറി. വീടിനകത്ത് ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ഉണ്ടായിരുന്നു. അദ്ദേഹവുമായി കുറച്ചധികം സമയം സംസാരിച്ചു. അതിനുശേഷം പുറത്തേക്കിറങ്ങി ആക്റ്റീവ ഓടിച്ച് തിരിച്ചു പോകുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതിനകത്ത് ഒരു രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത്, അല്ലെങ്കിൽ വിവാദമാകാൻ സാധ്യതയുള്ളത്, ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ അടുത്ത കുറ്റപത്രത്തിൻ്റെ നടപടിക്രമങ്ങളിലേക്ക് SIT നീങ്ങുകയാണ്. ആ കുറ്റപത്രത്തിലാണ് A. പത്മകുമാർ അടക്കമുള്ള ആളുകളുടെ പേരുള്ളത്. കടകംപള്ളി സുരേന്ദ്രനെ നേരത്തെ SIT ചോദ്യം ചെയ്തതുമൊക്കെ ഇനി സമർപ്പിക്കാനിരിക്കുന്ന റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലാണ്. സ്വാഭാവികമായും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആഭ്യന്തരമന്ത്രിക്ക് അതിൽ ഒരു നിർണായക റോളുണ്ട്. ഹൈക്കോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന SIT ആണെങ്കിൽ പോലും സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണല്ലോ. ആ തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്നല്ല, ഇനി അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്. എന്ന് മാത്രമല്ല, കടകംപള്ളി സുരേന്ദ്രനെ നമ്മൾ വർഷങ്ങളായി അറിയാം. അദ്ദേഹത്തിൻ്റെ പരിപാടികൾ കാണുന്നുണ്ട്, അല്ലാതെയൊക്കെ കാണുന്നുണ്ട്. അദ്ദേഹം സ്കൂട്ടറിൽ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയൊന്നും നമ്മൾ, അദ്ദേഹത്തിൻ്റെ വീടിരിക്കുന്ന കഴക്കൂട്ടത്താണ്. കഴക്കൂട്ടത്ത് നിന്ന് രമേശ് ചെന്നിത്തലയുടെ വീടിരിക്കുന്ന സ്ഥലത്തേക്ക് എന്തായാലും ഒരു 10 കിലോമീറ്ററിന് മുകളിലുണ്ട്. അത് ഓടിച്ച് വന്ന് വീട്ടിൽ വന്ന് കാണുക എന്നത് അത്ര നിഷ്കളങ്കമാണോ? സൗഹൃദ സംഭാഷണം എന്നൊക്കെ കടകംപള്ളി സുരേന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും അത് അത്ര സൗഹൃദത്തിലുള്ള ഒരു സംഭാഷണമാണോ? അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗഹൃദം ഇവർക്കിടയിൽ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നോ എന്ന കാര്യത്തിൽ ചില സംശയങ്ങളുണ്ട്, അരുൺകുമാർ. മാത്രമല്ല, ഇപ്പോൾ ആ ദൃശ്യം കാണുമ്പോൾ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വീട്ടിലേക്ക് കടകംപള്ളി സുരേന്ദ്രൻ എത്തിയിരിക്കുന്നത് ഹെൽമെറ്റ് ഇടാതെയാണ്. ആരും അന്വേഷിക്കുന്നില്ല, ചോദിക്കുന്നില്ല. അരുൺകുമാർ, അതാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് ആ കാര്യം പറയുമ്പോൾ അതിലേക്ക് ഫോക്കസ് ചെയ്ത് പോകണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അല്ല, അതാണ്. എന്നാലും 10 കിലോമീറ്ററൊക്കെ ദേശീയപാതയിലൂടെ വേണമല്ലോ. അവിടെ നിന്നും ശ്രീകാര്യത്ത് നിന്നും വഴുതക്കാട്ടേക്ക് വരണമെങ്കിൽ 1-2 AI ക്യാമറകളൊക്കെ കടന്നു വേണം വരാൻ. അപ്പോൾ ഹെൽമെറ്റ് ഇടാതെയാണ് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ വസതിയിലേക്ക് കടകംപള്ളി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഇനി എന്താണ് സംസാരിച്ചതെന്ന് നമുക്കറിയില്ല. നമുക്ക് ഇപ്പോൾ അറിയാൻ പറ്റുന്നത് ഹെൽമെറ്റ് ഇടാതെ കടകംപള്ളി സുരേന്ദ്രൻ വന്ന ദൃശ്യങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഏതായാലും പോകുന്ന വഴിക്ക് പെറ്റിയടിച്ചിട്ട് അങ്ങ് പോയാൽ ആ വിവാദം അങ്ങ് അവസാനിക്കും. ഈ വിവാദം മറ്റത് ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. റാഹീസ് റഷീദാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും ആ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഹെൽമെറ്റ് ഇട്ട് പോയെങ്കിൽ ആ പെറ്റി അടയ്ക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? ഇത് വല്ല കാര്യമുണ്ടോ? ആ കാറിനകത്ത് കാണും അവിടെ പോയി ഇറങ്ങി കാര്യങ്ങളൊക്കെ സംസാരിച്ചങ്ങ് തിരിച്ചു പോയാൽ പോരായിരുന്നു. ഈ ബൈക്കൊക്കെ എടുത്ത് പോയതുകൊണ്ടല്ലേ ഈ ഹെൽമെറ്റ് ഇടാതെ പോയി എന്നൊക്കെ ഇപ്പോൾ നമ്മളെ കൊണ്ട് പറയിപ്പിച്ചത്. എന്തായാലും പെറ്റിയെ അടച്ച് അതായിരിക്കും നല്ലത്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനി വഴി നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, സമയം